74-ാം ദിവസം രാവിലെ 8 മണി. മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുരസുന്ദരി നല്ല ചരിത കഥയിന്റെ മയന്തിയോ കണ്വാശ്രമത്തിൽ കാവ്യശകുന്തളയോ ഓമഘയാമി കവിത തുളുമ്പുന്ന മധുപാത്രമോ ഹരേ വാവ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുരസുന്ദരി. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. രാവിലെ 8:50. ചായ ഉണ്ടാക്കില്ല, ചായ ഉണ്ടാക്കണ്ടല്ലോ. അതിന് ഊറുണ്ടാക്കിക്കോട്ടെ പാൽ ചായ. കാരണം ഇവിടെ എല്ലാവർക്കും അവസരം കൊടുക്കണം. അല്ലാതെ ഈ 10 പേരായിട്ട് ടോപ്പ് 10 ആയി കിട്ടുമ്പോഴത്തേക്ക് ഇപ്പോഴും കിച്ചണിൽ തന്നെ അടക്കി ഭരിക്കുക. അവളാരാ നമ്മളുടെ വിചാരം? എൻ്റെ അടുത്ത് നടക്കില്ല. എനിക്ക് ഇവളുടെ PR തിരിഞ്ഞടിക്കുമെന്നോ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അനിമോളെ എന്റെ മുമ്പിൽ വെറുതെ ചിന്തിക്കണ പോലില്ല. ഇതിനൊക്കെ പേടിച്ച് മാളത്തിൽ വിളിക്കാൻ പറ്റും. അതെ, ദോശ ഇടുന്നതിന് മുന്നേ ആ കണുമോളുടെ അടുത്ത് നെയ്യുടെ ബോട്ടിൽ ഇവിടെ കൊണ്ടു വെക്കാം. ഇപ്പൊ ഞാനാ കിച്ചൺ ടീം. നെയ്യ് എന്റെ ആവശ്യമില്ല ആണോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. ആ ന്യൂ കിച്ചൺ ടീം. രാവിലെ 9:15. പോവല്ലോ. കൈവിട് പിണങ്ങിയിരിക്കുന്നതാനോ? താല്പര്യമില്ല. അയ്യോ, ഇത് കൊണ്ടുവല്ലേ ആ ഇന്റർവ്യൂ പോണ മേക്കപ്പ് ഒക്കെ ഇട്ടൊന്ന് ഡ്രസ്സ് മാറാണ്ടിരിക്കണോക്കെ. വല്ലുമ്മ നാണമുണ്ട് അതെനക്ക്? തിരി നാണം. ലൈഫിൽ അഭിനയിക്കാറിനോടാന്ന് ആരാ പറഞ്ഞ? ഇരിക്കണണ്ടില്ലേ നടി. എന്തൊരു സാധനം നോക്കിയ. ഇമ്മാതിരി സാധനം ഞാൻ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ, ഇങ്ങനത്തെ സ്വഭാവമുള്ള എല്ലാരും തല്ലിക്കൊല്ലു ആൾക്കാര്. നെഗറ്റീവായിട്ടുള്ള ഊഞ്ഞാലയും വരുന്ന ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കുന്നത്. എന്താണ് മോളൂസിന്റെ പ്രശ്നം? പെടലിക്കിട്ട് ഇന്നലെ ഡിറ്റി തോന്നുന്നു പെണ്ണെ. എന്താണ് പറ്റിയത്? നീ പറയടി ആനക്കുട്ടി ചേച്ചി. രാവിലെ എണീച്ചിട്ട് ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ്? അവർക്ക് അവളുടെ അക്ബറൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞാലേ തിരിച്ചു പറയാൻ പറ്റത്തുള്ളൂ. എന്തൊരു അഭിനയം. ഫുഡ് ഉണ്ടായി കൊടുത്തതാണോ പ്രശ്നം? അതൊരു പ്രശ്നം തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ആ യോഗയൊക്കെ ഒന്ന് ചെയ്തൂടെ? എനിക്ക് യോഗയൊക്കെ അവർക്ക് അറിയാന്നുള്ള ഭാവാ. രാവിലെ 9:25. ആ വന്നാ നിങ്ങളെ കാണാതെ ഇവിടെ ഒരാളുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. അപ്പം കിച്ചൺ എന്തായാലും നീ ഇന്നലെ പറഞ്ഞില്ല നീ കിച്ചൺ ടീമായോ? അപ്പൊ നീ ഇപ്പൊ ഇനി ഫ്ലോറിലാണ്. ഓക്കെ, അപ്പം അക്ബറാണ് ഫ്ലോറിൽ ഇപ്പം ക്യാപ്റ്റനായിട്ട്. അപ്പൊ അക്ബർ പറയും എന്ത് പണി? അക്ബർ എന്താണ്, എങ്ങനെയാണ്? ഓക്കെ, നിങ്ങള് സമാധാനായില്ല. എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ പറ്റാതിരിക്കുന്നു പറഞ്ഞിരിക്കായിരുന്നു. വരൂ, ഞാൻ തിരിഞ്ഞ് കാണിച്ചു വരുമ്പോ ഇപ്പൊ ഒരു പ്രകാശം നോക്കിയവയുള്ള മുഖത്ത്. അക്ബറിന്റെ സ്വരങ്ങൾ ഈ ബിഗ് ബോസ് കോട്ടയിൽ ധ്വനിച്ചപ്പോൾ അനു ഓക്കെ ആയി. രാവിലെ 10:30. ഞാൻ ശരിക്കും ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഓവർവെൽംഡ് ആയിരുന്നു. എല്ലാ ആൾക്കാരെയും സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. പക്ഷെ ഇപ്പോൾ എമോഷൻസ് ഓഫ് ആയതുകൊണ്ട് നൗ ഐ ആം ഓൾ റൈറ്റ്. ഞാൻ കരഞ്ഞില്ല, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ചേച്ചി അന്ന് പിന്നോട് പറഞ്ഞ എനിക്ക് വരുന്ന എനിക്കത് ഭയങ്കരമായി പിന്നോട് പറഞ്ഞില്ല, ഇമോഷണലായിട്ട് തോന്നിയൊരു സംഗതിയായിരുന്നു. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടും ചിലത് കൊണ്ടിട്ട് എൻ്റെ ഇമോഷൻസ് എടുത്ത ആൾക്കാർ എന്നെ തല്ലിക്കെടുത്തി. അപ്പം എനിക്ക് ഓക്കെ ബൈ, അങ്ങനത്തെ ഒരു സംഗതിയാണ്. ആദ്യം തൊട്ടേ അങ്ങനെ നിൽക്കേണ്ടിയിരുന്നു. അല്ലെങ്കിലും ചില റിയലൈസേഷൻസ് കുറച്ച് കഴിയുമ്പോഴാണല്ലോ വരിക. കുഴപ്പമില്ല ബേബി, നമ്മൾ റിയലൈസ് ചെയ്യാൻ ചിലത് ലേറ്റാവും. എനിക്കൊക്കെ അനുവിനെ പോലത്തെ ഒരു ഇതല്ല വേണ്ടത്. തെറ്റാണെങ്കിൽ ഇങ്ങോട്ട് സംസാരിക്കണം, കോൺവെർസേഷൻസ് ഉണ്ടാവണം, ഡിസ്കഷൻസ് ഉണ്ടാവണം. അല്ലാതെ എന്നെ ഒന്ന് പൊക്കി പറഞ്ഞേ ഞാൻ പറഞ്ഞ കറക്റ്റാന്ന് പറഞ്ഞു, അതല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അനുവിനൊക്കെ ഒരു എരിവ് കൂടി അതൊന്ന് അനുത്തിന് കുറക്കണമെന്ന് പറയുന്നത് നല്ലയിൽ തന്നെ പറയുന്നത് ഒരു കുറ്റമാണ്. ഒന്നും പറയാൻ പാടില്ല. എന്നാ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാവരും കഴിക്കണം എന്നുള്ള ഇതല്ല. ആ ഉണ്ടാക്കുന്നേ തന്നെ അതിൽ എവിഡൻ്റ് ആണ്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാവരും കഴിച്ചിരിക്കണം.
അല്ലെങ്കിൽ ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് എല്ലാവരും കേട്ടിരിക്കണം. അടിച്ചേൽപ്പിക്കുക അത് നല്ലതല്ല. രാവിലെ 11:55. വീക്കിലി ടാസ്ക് 3-ാം ദിവസം സ്ക്രാച്ച് ആൻഡ് വിൻ. ഇത് നിങ്ങൾക്ക് വ്യക്തിഗത പോയിന്റുകൾ നേടാനുള്ള 3ാമത്തെയും അവസാനത്തെയും ടാസ്ക്. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാർഡുകൾ കണ്ടെത്തി അതിൽ ഒളിഞ്ഞിരിക്കുന്ന പോയിന്റുകൾ നേടിയെടുക്കുക എന്നതാണ് ഇന്നത്തെ ടാസ്ക്. വീടിനുള്ളിൽ പലയിടങ്ങളിലായി വിവിധ ഇനം സ്ക്രാച്ച് കാർഡുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ബസർ ടു ബസർ സമയത്തിനുള്ളിൽ ഇവ കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ ടാസ്ക്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിച്ച കാർഡുകൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ചിലതിന് 1 പോയിന്റും ചിലതിന് 2 പോയിന്റും ആയിരിക്കും ലഭിക്കുക. ശ്രദ്ധിക്കുക, 1-2 പോയിന്റ് ലഭിക്കുന്ന കാർഡുകൾക്ക് പുറമെ ചില പണികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രത്യേകം കാർഡുകൾ ഇക്കൂട്ടത്തിൽ ഉണ്ടാവും. ഇങ്ങനെ നിശ്ചിത റൗണ്ടുകൾക്കൊടുവിൽ നിങ്ങൾ നേടിയ പോയിന്റുകൾ നിലവിലുള്ള നിങ്ങളുടെ പോയിന്റുകളോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ഉച്ചയ്ക്ക് 12 മണി. അപ്പൊ ഇത് സ്ക്രാച്ച് കാർഡാ ഇത്. ശരി, അതെന്താ വയ്ക്കാം, അത്ര തന്നെ. ഒന്നിട്ട് ഉച്ചയ്ക്ക് 12:05. ആദില, യെസ് ബിഗ് ബോസ്. എത്ര കാർഡുകൾ കിട്ടി? 4 ബിഗ് ബോസ്. ഒന്ന് സ്ക്രാച്ച് ചെയ്തു, അത് ബേൺ കാർഡ് എന്നാണ്. വൈറ്റ് സ്ക്രാച്ച് ചെയ്യാം. 1 പോയിന്റ്. ഗോൾഡ് 2 പോയിന്റ്. 2 പോയിന്റ്സ്. ബിഗ് ബോസ് മൊത്തത്തില് 4 പോയിന്റ്, 1 ബേൺ കാർഡും. 4 പോയിന്റുകൾ അതിലേക്ക് ലഭിച്ചെങ്കിലും ബേൺ കാർഡ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് ലഭിച്ച മുഴുവൻ പോയിന്റുകളും അസാധുവായിരിക്കുന്നു. താങ്ക് യു ബിഗ് ബോസ്. വാവ്, 2 points. 2 points. അഭിനന്ദനങ്ങൾ നെവിൻ. 2 points. വീണ്ടും അഭിനന്ദനങ്ങൾ നെവിൻ. 11 points ബിഗ് ബോസ്. ആദ്യം 1 പോയിന്റ്, 19 പോയിന്റ്. ബിഗ് ബോസ് 15 പോയിന്റ്. ടോട്ടല് ബിഗ് ബോസ് 8 പോയിന്റ്. ബിഗ് ബോസ് 8 പോയിന്റ്. 5 കോയിൻസ് ആണ്. 6 ടോട്ടൽ 6 പോയിന്റ് ബിഗ് ബോസ്. 14 പോയിന്റ് ബിഗ് ബോസ്. അഭിനന്ദനങ്ങൾ ഷാനവാസ്. ബിഗ് ബോസ് എനിക്ക് ടോട്ടൽ 3 പോയിന്റ്. ബിഗ് ബോസ് 12 പോയിന്റ്. 16 പോയിന്റ്സ്. ഇനി എല്ലാവർക്കും. ആരാണ് കാർഡുകൾ ഒളിപ്പിച്ചത്? ഞാൻ കാർഡുകൾ ഒളിപ്പിച്ചത് പോക്കറ്റിലുണ്ട് 3-4. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ യെല്ലോ, അതെന്താണ് ആരും കാണിക്കാത്തത്? ഞാൻ വെച്ചു യെല്ലോ കളർ അവള് ബേണ്ട് വന്നപ്പോ എന്റെ ബേണ്ട് ആയിരിക്കും നാളത്തെ പറഞ്ഞു. എല്ലാ കാർഡുകളും കാണിക്കാൻ പറഞ്ഞില്ലേ? ഓക്കെ അപ്പൊ ഓക്കെ കാണിച്ചു. കള്ളക്കളി എന്നോട് വേണ്ട. അല്ല ബിഗ് ബോസ് ഞാൻ സമ്മതിച്ചല്ലോ. ബിഗ് ബോസ് 2 പോയിന്റ്. നീ എന്താണ് ഇങ്ങനെ? 2 പോയിന്റ്. ഉരാലിക്കുൾ എന്താണ് വായിച്ചേ? പെട്ട് ഉരുളക്കിഴങ്ങുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെ നെക്സ്റ്റ് പണി വെജിറ്റേറിയൻ ആഹാരം മാത്രം കഴിക്കുക. ബിഗ് ബോസ് ഇത് റദ്ദാക്കണം. ബിഗ് ബോസ്, അതാണ് എന്റെ ആവശ്യം. എന്റെ ഒപ്പീനിയൻ ആണ്. ഇത്രമാത്രം അൺഫെയർ ആയിട്ടും കള്ളക്കളി കളിച്ചും സത്യസന്ധത ഇല്ലാതെ കളിച്ചും നിലവാരമില്ലാതെ കളിച്ചിട്ടും ആണ് ഇപ്പൊ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. അതുകൊണ്ട് ബിഗ് ബോസ് ഞാൻ എന്റെ ഒരു റദ്ദാക്കണം. ബിഗ് ബോസ് ഇപ്പൊ ജയിലിലേക്ക് വിടും ചെയ്യണം. ഇത്ര കള്ളക്കളി ശരിയായ നടപടിയായിട്ട് ശരിയായിട്ടുള്ള നടപടിയല്ല ബിഗ് ബോസ്. ക്യാപ്റ്റൻ ഒരച്ചു നോക്കിയിട്ട് ഇന്ന
ഇന്ന പണിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒളിപ്പിച്ചു വെച്ചു. ബിഗ് ബോസ് പറഞ്ഞാണ് അങ്ങനെ ചെയ്യരുതെന്ന്. കോയിനും ഒരു വരെയെങ്കിലും വരച്ച് അത് പണിയല്ലാന്ന് ഉറപ്പിച്ചു വെച്ചിട്ടായിരുന്നു ഇവിടെ കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. സ്ക്രാച്ച് ചെയ്തതിന് മുന്നേ തന്നെ നോക്കുമ്പോ എല്ലാത്തിലും ഓരോ വരയുണ്ട്. അപ്പൊ അത് ഒരിക്കലും ഫെയർ അല്ല. ഇന്നലെ ക്യാപ്റ്റൻ ഇന്നലെ ഭയങ്കര ഡയലോഗ് പറഞ്ഞു എല്ലാവരും ഫെയർ ആയിട്ട് കളിക്കണം കേട്ടോ, എല്ലാവരും ഫെയർ ആയിട്ട് കളിക്കണം, ആരും എടുക്കരുന്നൊക്കെ. അല്ലല്ല, ഞാൻ ഇതിനെ ഫെയറായി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇടയിൽ ഒരാൾ അൺഫെയർ കാണിച്ചു. ഒരു വൃത്തികെട്ട പരിപാടി. എനിക്കറിയാം ഇന്ന് ഡോൾ ഇയാളുടെ ഡോൾ അടിച്ചു മാറ്റിയത്. പക്ഷെ അല്ല, അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരുമാതിരി നമ്മൾ ഭയങ്കര ഫിലോസഫി ഒന്നും പറയാൻ നിൽക്കരുത്. എല്ലാവരും ഫെയറായി കളിക്കണം, ഇപ്പൊ ഫെയറായി കളിക്കണം കേട്ടോ, എല്ലാവരും അവര് പറഞ്ഞു ഫെയറായി കളിക്കണം. ഇന്നലൊക്കെ ഭയങ്കര ബോറ് കള്ളത്തിന്, കാരണം അത്ര പോയിന്റ് നിന്റെ വിരൽ കടിച്ചില്ലേ പുള്ളി? ഫിസിക്കൽ അസോൾട്ട്. ഞാൻ പറയട്ടെ, ഇവൻ ഇന്നലെ വിരൽ കടിച്ചപ്പോ തന്നെ റദ്ദാക്കേണ്ട ഗെയിമാണ്. പക്ഷേ ആരാണ് ഡോൾ അടിച്ച് മാറ്റിയത്? ഇന്നലെ ഓൾറെഡി ബിഗ് ബോസ് സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഉള്ളിൽ വെച്ചോണ്ടിരിക്കായിരുന്നു. ഈ അനീഷയുടെ വരെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കേണ്ട, ദുഃഖിക്കേണ്ട. അവരെവിടെ വെച്ചാൽ പോകും, അത് നമ്മുടെ കോൺഫിഡൻസ് ആണത്. പക്ഷെ ഇന്ന് അതുപോലെ സമ്മതിക്കില്ല ഞാൻ. ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ലല്ലോ. നോക്കാൻ പറ്റുന്നത് പറഞ്ഞിട്ടില്ല. റദ്ദാക്കണം. ഉച്ചയ്ക്ക് 12:50. ഈ 4 മാറ്റിവെക്കാനുള്ള മോട്ടിവേഷൻ എന്താ? ഞാൻ പറയാം, 4 യെല്ലോ കളർ ഇത്ര തടിയുള്ള കളേഴ്സ് ആണ്. ഈ 4 യെല്ലോ കളേഴ്സ് ഞാൻ ഫസ്റ്റ് തന്നെ വിചാരിച്ചപ്പോ, ഞാൻ ബേൺട്ട് കണ്ടപ്പോ ഞാൻ വെച്ചു കംപ്ലീറ്റ്. ഞാൻ കണ്ടത് ഈ 4 യെല്ലോ കോയാണ് ഏറ്റവും തടിയുള്ള ഏറ്റവും വെറൈറ്റി ഉള്ള. അപ്പൊ ഞാൻ വെച്ചു ഇത് മാറ്റി വെക്കാം, ഇത് 4 പോയിന്റ് പോയാലും കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിൽ പണി ഉണ്ടാവരുത്, അതെന്റെ മൈൻഡ് ഉണ്ടായിരുന്നു. അതിൽ 2 പോയിന്റും 2 പണിയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ നീ പണി മാത്രം മാറ്റി വെച്ചാൽ പോരെ? യെല്ലോയിലാണ്. യെല്ലോ എന്ന് പറഞ്ഞപ്പോ ഈ 4 പണിയല്ല, അതാണ് തെറ്റിദ്ധാരണ. ചോദിച്ചു അതെനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, അതിനകത്ത് സാധ്യത ഉണ്ടാവും, സാധ്യത മണത്തു. സ്ക്രാച്ച് ചെയ്തിട്ട് മാറ്റി വെക്കണതും അത് വേറെയാണ്, ചെയ്യാതെ നമ്മൾ മാറ്റി വെക്കണതും വ്യത്യാസമുണ്ട്. ഉണ്ട്. ഞാൻ തെറ്റ് ചെയ്തത് ഞാൻ സമ്മതിച്ചും കൊടുത്തു. അല്ല, അവൻ അതിനകത്തൊരു ലൂപ്പ് ഉള്ളത് സ്ക്രാച്ച് ചെയ്യാണ്ടാണ് മാറ്റി വെച്ചത്. അപ്പൊ അതിനകത്ത് പോയിന്റും ആവാം പണിയും ആവാം. പോയിന്റ് ഉണ്ടായിരുന്നു, പണി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല അത്. എനിക്ക് മലയാളം വായിക്കാനും അറിയില്ല അത്ര ഫാസ്റ്റ് ആയിട്ട്. നീ എന്തായി പറയണത്? പക്ഷെ അവൻ അത് സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൽ പണിയാണെന്ന് വ്യക്തമായതിനു ശേഷം ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല അത്. എനിക്ക് അത്ര ഷുവറാണ്. താല്പര്യമില്ലാന്ന് വെച്ചിട്ട് മാറ്റി വെച്ചതാണ്. അതിൽ ഞാൻ 4 യെല്ലോയുടെ തടി കണ്ടിട്ട് ഞാൻ മാറ്റി വെച്ചാണ്. എനിക്ക് അത്ര ഉറപ്പുണ്ട് അതിനകത്ത്. ഉച്ചയ്ക്ക് 1:20. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇപ്പോൾ ഉള്ള കടലക്കകത്ത് കൊത്തിയരിഞ്ഞിടണോ അതാ ഞാൻ അരച്ച് ചേർക്കണോ? ഏതാ വേണ്ടത്? കഴിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല, അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. അരച്ച് വെച്ചാല് എന്താണ്, മാഷ് ചെയ്തിട്ട് കലക്കിയിട്ട് ഒഴിക്കണം. എന്തായാലും ഉരുളക്കിഴങ്ങ് ഇടണം. ഞാൻ പറഞ്ഞുതരാം, കണ്ടു പറ്റൂല. ഒരു മിനിറ്റ്. ഉരുളക്കിഴങ്ങ് ഇടേണ്ട അവസ്ഥ നമുക്ക് വരും. ആ സമയത്ത് നോക്കാം. ഇപ്പൊ ഉരുളക്കിഴങ്ങ് ഇടാത്ത കറിയല്ലേ? നീര് അതിന്റെ ഇഷ്ടം അതാണ്. അരച്ച് ചേർക്കട്ടെ? അല്ല, അരച്ച് ചേർക്കുമ്പോഴത്തേക്കും വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇവൻ ചാറ് പോലും കിട്ടത്തില്ല. പൊട്ടേറ്റോ കഴിക്കാൻ പറ്റില്ല, പിന്നെ വെജ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് നിങ്ങളാണെങ്കിൽ ആഡ് ചെയ്തോ. എനിക്ക് പണി കിട്ടിയതല്ലേ നിനക്ക്. പക്ഷെ ഡിന്നർ ആവുമ്പോ നിനക്ക് കിഴങ്ങില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി തരാം. കുറച്ചെടുത്ത് മാറ്റി കൊടുത്തേക്കാം, വെച്ചേക്കാം. ഇനി അഥവാ നമുക്കൊരു സഹാനുഭൂതി തോന്നാന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കാം. അഹങ്കാരം കാണിക്കാന്നുണ്ടെങ്കിൽ ഈ കറി ഞാൻ എടുത്തിട്ട് അതിന്റെ അകത്തേക്ക് ഇടും. അത്രേ ഉള്ളൂ. നൂറ വന്നേ വാ. ഉരുളക്കിഴങ്ങ് ഇതാ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടല്ലോ. ഇതിനകത്തുനിന്ന് ഉരുളക്കിഴങ്ങ് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അരച്ചിട്ടുണ്ട്. ഓക്കെ, എന്റെ അടുത്ത് ആ കളി ലച്ചക്ക് ഞാൻ ഉപ്പ് കേൾക്കത്തില്ല ഒരെണ്ണത്തിന്. ഉച്ചയ്ക്ക് 2:50. ഞാൻ അത്രയും ഇപ്പൊ അവിടെ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോ ഗെയിം കളിക്കണത് എങ്ങനെയും ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഞാൻ ഒരു ഗെയിമിന്റെ ഇടയിൽ നിന്ന് ഞാൻ വേറൊരാളുടെ ഗെയിം തകർക്കണമെന്ന് ഞാൻ ഇതുവരെ നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് ഫിനാലിലേക്ക് നമുക്ക് ഒരു
ഇത് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കളിക്കണം. അതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ അതും ഫെയർ കളിക്കണം, അലമ്പാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നീ കാണുമ്പോഴാണ് ഞാനതവിടെ വെച്ചത്. നീ എടുക്കില്ല, എൻ്റെ എടുക്കരുതെന്ന് നീ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ വേറെ ആരും എടുക്കുമ്പോൾ ഇതുപോലെ ഇല്ലല്ലോ. എനിക്ക് ഉറപ്പായിരുന്നു അത് നീ തന്നെ ആയിരിക്കും. ചെയറൊന്നും ഇട്ടിട്ടില്ല, അവർക്ക് രണ്ടുപേർക്കും ബന്ധമില്ല. ചെയർ കൊടുക്കില്ല എന്നുള്ളതല്ലല്ലോ. ഇപ്പൊ ഞാൻ എവിൻ്റെ അടുത്ത് പറഞ്ഞു, എവിൻ 2 എടുത്തിട്ടുള്ളൂ പറഞ്ഞു. 2 എന്താണെങ്കിലും എടുക്കുന്നത് അത് അല്ല, അതിന് സംസാരിക്കണ്ട, അത് കഴിഞ്ഞു. എനിക്കറിയാം ഇനി ഇതിനകത്ത് എനിക്ക് വലിയ സ്കോപ്പില്ല. കാരണം നമ്മൾ ടോപ്പിൽ നിന്ന് നേരെ താഴത്തേക്ക് എത്തി. ഞാൻ നിങ്ങളെ താറടിക്കാനോ, നിങ്ങളാണ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇവിടെ വേറെ ആൾക്കാരുണ്ടെന്ന് പറയാം. ഇവിടെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ലക്ഷ്മി തിരിഞ്ഞിരിക്കുന്നു കസേരട്ടിട്ട് നമ്മളെ മുമ്പിൽ. നിങ്ങളാണെങ്കിലും പലപ്പോഴും അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒറ്റപ്പെടുന്നത് അത് പറഞ്ഞു 2 ദിവസം മുന്നേ. ഇവിടെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നത് അക്ബർക്കാണ്. നിങ്ങൾക്കുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത് പാവ പോയിന്റെ അങ്ങനത്തെ വിഷമല്ലേ. അതിലത് സിറ്റുവേഷനിലൂടെ നീ കടന്നു എനിക്ക് മനസ്സിലാവും. അത് ഞാൻ മനസ്സിലാക്കട്ടെ. ഞാൻ നിങ്ങളെക്കാൾ നല്ല ഗെയിമറൊന്നുമില്ല. ഞാൻ എന്റെ കളി കളിച്ചു പോകുന്നു. ഉള്ളിലോട്ട് ഒരിക്കലും ഇല്ല. ഞാൻ ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കുന്നു. ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ഇമോഷൻ എടുത്തു പോകുന്നുണ്ട്. ഞാനിപ്പോ കുറച്ചായിട്ട് ബിന്നി ഞാൻ അവരോട് പറഞ്ഞു, ബിന്നി പോയതിനു ശേഷമാണ് ഞാൻ എല്ലാവരും ഇമോഷൻ സാധനത്തിൽ നിന്ന് കട്ടാവുന്നത്. അല്ല, ഞാൻ കുറച്ചാഴ്ചകള് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ വന്ന് സംസാരിക്കുമ്പോൾ മറുപടി മാത്രം തരുന്ന ഒരു അവസ്ഥ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഫീൽ ചെയ്യും. സ്വാഭാവികമാണ്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുമായിട്ട് അന്വേഷണം ഒറ്റപ്പെടാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിച്ച് നടക്കുക. പക്ഷെ എനിക്കത് താല്പര്യമില്ല. എനിക്ക് ഒറ്റപ്പെടാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി. പക്ഷെ എല്ലാ വഴിക്കുന്ന ഒറ്റപ്പെടുക പറയുമ്പോൾ ഞാനിവൻ മാത്രമാണ് സംസാരിക്കുന്നുണ്ടായിട്ട്. ഞാനാലിവണ അത്രമാത്രം ഞാൻ എന്ത് ആയിട്ടാണ് ഒന്നുമില്ല. ഇവൻ അതാണെങ്കിൽ പോലും ത്രൂ ഔട്ട് സീസൺ ഞാൻ അതിന് മാത്രം ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് കൂടി ഞാൻ പറയട്ടെ. ഞാൻ ഷാനവാസ് ഖാനെ മാത്രമാണോ ദ്രോഹിച്ചിട്ടുള്ളത്? മൊത്തത്തിൽ ഗെയിമായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. ഗെയിമിന്റെ രീതിക്ക് എടുക്കാത്തതുകൊണ്ട് ഇമോഷണലി എടുക്കുന്നുണ്ടാവുന്ന പ്രശ്നമാണ്. ഇപ്പൊ തീരാനായി 26 വൈകിട്ട് 3:20. ഈ എടുത്ത് കളഞ്ഞ പോലെ എല്ലായിടത്തും വെക്കണേ. കിട്ടിയാ